ഇന്നത്തെ തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജൂസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജൂസിൽ, കൃത്യമായി ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇനി തെരച്ചിൽ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളിൽ പരിശോധന ശക്തമാക്കാനുള്ള തീരുമാനമുണ്ട്. സമാന്തരമായ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകളും സന്ദർശനങ്ങളും ഒപ്പം പുനരധിവാസ പ്രവർത്തനങ്ങളും വയനാട്ടിൽ നടക്കുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? കാവ്യ, ഇപ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റോറികളിൽ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ ആദ്യത്തെ ഈ മഹാദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രതീകമായ ബെയിലി പാലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ പ്രദേശങ്ങളിലടക്കം ഇപ്പോഴും ഈ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. NDRFിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഈ പ്രദേശത്തെ മനുഷ്യർ അതിജീവനവുമായി കൂടുതൽ പൊരുത്തപ്പെടുന്നു എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ സർക്കാർ അതിനൊപ്പം തന്നെ ഈ അതിജീവിതരെ ചേർത്തു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം, ഇവിടെ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തിരിച്ചു കൊടുക്കും എന്നുള്ള സർക്കാരിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അവർ അത്തരത്തിലുള്ള രീതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതൊരു ആശ്വാസകരമാണ്. ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പുഞ്ചിരിമുട്ടം ഭാഗത്തു നിന്ന്. അവിടെ നിന്നാണ് ഈ ഉരുൾ പൊട്ടി വന്നത്. അവിടെ മുതൽ ഈ വിദഗ്ധ സംഘം ഈ മണ്ണിൻ്റെ ഘടന സംബന്ധിച്ചുമുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. അവിടെ താഴെ മുണ്ടക്കൈ, അതിനുശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്തേക്ക് ഉൾപ്പെടെ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി ഇവിടേക്ക് തിരിച്ച് എത്തും. അതുപോലെ തന്നെ ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ കൃത്യമായി ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് സർക്കാരിനോട് സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 8 കുടുംബങ്ങളെ INL ഒരുക്കിയിരിക്കുന്ന പാർപ്പിട സമുച്ചയത്തിലേക്ക് നീക്കുന്ന ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും അതിജീവനമാണ് ഇനി മുമ്പിലുള്ളത്. ഇനിയും ഈ ദുരന്തത്തെ അതിജീവിച്ചവർ അവർക്ക് മുമ്പോട്ട് ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇനി നീങ്ങേണ്ടതുള്ളത്. അത് കൃത്യമായി സർക്കാർ ആ രീതിയിലേക്ക് നീങ്ങുകയുമാണ്. കാവ്യ, ശരി. ജൂസിൽ സെബാസ്റ്റ്യനാണ് ചൂരൽമലയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.